പാലക്കാട് അട്ടപ്പാടി പെട്ടിക്കല്ലിലും താവളത്തും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. താവളത്ത് മണ്ണാർക്കാട് ആനക്കട്ടി റോഡിലാണ് മരം വീണത്. ഷോളയൂർ ഗൂളിക്കടവ് റോഡിലാണ് പെട്ടിക്കല്ലിൽ മരം വീണത്. പെട്ടിക്കല്ലിൽ രാവിലെ മുളങ്കൂട്ടം വീണും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വിവരങ്ങൾ ഗോകുൽ VS നൽകും. ഗോകുൽ, ഈ ഗതാഗത തടസ്സമുണ്ടായ ഭാഗത്തൊക്കെ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? ശക്തമായ മഴ ഇപ്പോഴും ആ മേഖലയിലുണ്ടോ? അട്ടപ്പാടി മേഖലയിൽ ശക്തമായ മഴയാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ നിരവധി സ്ഥലങ്ങളിൽ മരം വീഴുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഓരോന്നായി മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അട്ടപ്പാടി പെട്ടിക്കലിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഷോളയൂർ ഗൂളിക്കടവ് റോഡിലാണ് ആദ്യം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പിന്നീട് അത് തടസ്സം നീക്കിയിരുന്നു. പിന്നീട് വീണ്ടും ഇതേ റൂട്ടിൽ തന്നെ പെട്ടിക്കലിൽ തന്നെ വീണ്ടും മരം വീഴുന്ന സാഹചര്യമുണ്ടായി. അതും നീക്കുന്ന നടപടികൾ ആരംഭിക്കുകയും അത് ഏകദേശം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. താവളത്തും മരം വീണ് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. മണ്ണാർക്കാട്ടേക്കുള്ള ഒരു പ്രധാന പാത കൂടിയാണ്. അതായത് അട്ടപ്പാടിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു ആളുകൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അവിടെയാണ് മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടത്. ആ ഗതാഗതം തടസ്സപ്പെട്ട തടസ്സവും നീക്കിയിട്ടുണ്ട്. മരം പൂർണ്ണമായും മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മരം വീണ് അട്ടപ്പാടിയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. കറന്റ് കമ്പികൾക്ക് മുകളിൽ വീണ് വൈദ്യുതി തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. വളരെ ശക്തമായ മഴയാണ് ജില്ലയിൽ അട്ടപ്പാടിയിൽ അനുഭവപ്പെടുന്നത്. ശരി ഗോകുൽ, ജില്ലയിലും പ്രത്യേകിച്ച് അട്ടപ്പാടിയിലും വളരെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഗോകുൽ VS വിവരങ്ങൾ നൽകുന്നത്.